أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين قد افترينا على الله كذبا إن عدنا في ملتكم بعد إذ نجانا الله منها وما يكون لنا أن نعود فيها إلا أن يشاء الله ربنا وسع ربنا كل شيء علما على الله توكلنا ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. وقال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم إذا لخاسرون. നോക്കൂ, അപ്പോൾ നമ്മൾ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ് സൂറത്തുൽ അറാഫിൽ. ഇനി നമ്മൾ 88-ാമത്തെ ആയത്ത് മുതലാണ് വായിക്കുന്നത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയണത്. കഴിഞ്ഞ ആയത്തുകളിലും മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അന്നത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് തൗഹീദ് വളരെ മുഖ്യമായും പ്രാധാന്യമായും പ്രബോധനം ചെയ്തതിന് ശേഷം അദ്ദേഹം അവരോട് പറഞ്ഞതാണ്, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ആളുകൾ പോകുന്ന വഴിയിലിരുന്ന ആൾക്കാരെ ശല്യം ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ തൗഹീദിൻ്റെ പ്രബോധനത്തിന് ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ് നമ്മൾ ഇനി വായിക്കുന്നത്. നോക്കിക്കോളൂ. ഇതിൽ ഈ ഭാഗം വായിക്കുമ്പോഴേ
വളരെ പ്രധാനമായി നമ്മൾ കാണുന്ന ഒരാശയം എന്താണെന്ന് വിചാരിച്ചാൽ, സത്യത്തിൽ പറയണമെങ്കിൽ എന്താ വെച്ചാൽ, ലോകത്തെ ഏറ്റവും ശരിയായിട്ടുള്ള എല്ലാ ആരുടെ അടുക്കലും ഏറ്റവും നന്നായി പറയാൻ പറ്റുന്നൊരു സത്യം, ആർക്കും ഖണ്ഡിക്കുവാനോ നിഷേധിക്കുവാനോ പറ്റാത്തൊരു സത്യം, അതാണല്ലോ ഇസ്ലാം. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഈ സത്യമാതം. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മതം ശരിയായി സ്വീകരിച്ച ഒരാളെ ശത്രുക്കൾ എത്ര ശക്തരായിരുന്നിട്ടും കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയും. ഈ ദീന് ശരിയായ നിലയിൽ ഉൾക്കൊണ്ട ഒരാളെ ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ, ഈ സത്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ഈ സത്യം കൈയൊഴിക്കുക എന്നുള്ളത് അയാൾക്ക് സാധ്യമില്ലാത്ത കാര്യമാണ്. അയാൾക്ക് കഴിയൂല. ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട ഒരാൾക്ക് ഒരിക്കലും തൻ്റെ വിശ്വാസത്തെ, ഇസ്ലാമിനെ നഷ്ടപ്പെടുത്താൻ ബോധപൂർവം അയാൾക്ക് പറ്റൂല. കാരണം എന്താ, ഇവിടെ എന്ത് സമ്മർദ്ദങ്ങളും എന്ത് മർദ്ദനങ്ങളും അവർക്ക് വരുത്തിയാലും അവരെ മനസ്സിൽ ഇതൊക്കെ എന്താപ്പോൾ, ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഞാൻ ഈ മതം കൈവിട്ടാൽ എനിക്ക് പരലോകത്ത് വരാനിരിക്കണം. അതുകൊണ്ട് എന്താ വെച്ചാൽ കാണിച്ചോട്ടെ എന്നേ പറയുള്ളൂ. ഒരു കാരണവശാലും ഇത് ഉൾക്കൊണ്ട ഒരാളെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. എങ്ങനെ പറ്റുക? മർദ്ദിച്ചിട്ടല്ലേ. മർദ്ദിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ മർദ്ദനത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ ദീനെന്ന് പുറത്തു പോയാൽ നാളെ പരലോകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് എന്തില്ല, അനങ്ങൂല എന്നാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, എതിരാളികളായ ആളുകൾ എല്ലാവരും പാടെ കൂടിയാൽ പോലും ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ എന്താ, അവർ താമസിക്കുന്ന നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കാട്ടി പുറത്താക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ചെയ്തത് അതാണ്. പ്രവാചകന്മാരെയൊക്കെ ആൾക്കാർ ഭീഷണിപ്പെടുത്തി ഞങ്ങളവിടുന്ന് തന്നെ നാട്ടി പറഞ്ഞയക്കുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഭീഷണികൾ പറയുമ്പോൾ അത് പേടിക്കാനും ഇവർക്ക് പറ്റൂല. കാരണം ഇത് പേടിക്കാൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് വിചാരിച്ചാൽ, ഇവിടെ ഏത് ശത്രുക്കളും എത്ര ശക്തവാന്മാരും എത്ര ആസൂത്രണമുള്ള ആൾക്കാരും എത്ര അധികാരമുള്ള ആൾക്കാരും അവർക്കെല്ലാം അവർ തീരുമാനിച്ച് നടപ്പിലാക്കാൻ അവർക്ക് പറ്റൂല. അവർക്കെങ്ങനെ പറ്റുക? അവർ തീരുമാനിച്ച് നടപ്പിലാകണമെങ്കിൽ ആരെ സഹായം വേണം? അള്ളയും കൂടി വിചാരിക്കണ്ടേ. ഇത് അള്ളാൻ്റെ പാർട്ടിയല്ലേ, ഇത് അള്ളാൻ്റെ ആൾക്കാരല്ലേ. ഓരെന്തേലും ചെയ്യാൻ എങ്ങനെ ഇവർ മാത്രം വിചാരിച്ചാൽ പറ്റൂ. അപ്പോൾ ഓർക്ക് ഭയങ്കര സൈന്യമില്ലേ, ഭയങ്കര ശക്തിയില്ലേ, അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഓല് വിചാരിച്ചാൽ മാത്രം നടക്കൂല അത്. കാരണം അവർ വിചാരിച്ചാലും അത് നടപ്പിലാകണമെങ്കിൽ ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം. അപ്പോൾ വെറുതെ പേടിപ്പിക്കാനും പറ്റൂല. ബേജാറാക്കിങ്ങാട് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നും പറഞ്ഞ് ബേജാറാക്കാനൊന്നും എന്താവില്ല, കഴിയൂല. അതാണ് ഈ ഉൾക്കൊണ്ട ഇസ്ലാം എന്ന് പറയുന്ന സത്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭീഷണികളുമായി ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത രംഗത്തെത്തിയപ്പോൾ അവർ പറഞ്ഞ മറുപടികളും ശത്രുക്കൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വാക്കുകളും സൂക്ഷ്മതയോടുകൂടെ വായിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു വസ്തുതയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമ്മളിങ്ങനെ വായിച്ചു നോക്കുക 88 മുതൽ. കാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി കാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി വഹുമുൽ അശ്റാഫ് വൽ കുബറാഉ മിൻഹും അല്ലദീന ഇത്തബഉ അഹ്വാഅഹും വലഹുവം ബിലദ്ദാതിഹിം. എന്താണ്? ആ നാട്ടിലെ ഏറ്റവും ഉന്നതരും മാന്യന്മാരും പ്രമുഖന്മാരും ജനസ്വാധീനവുമുള്ള ആളുകളാണ് അൽ മല എന്ന് പറഞ്ഞാൽ. മല എന്ന് പറഞ്ഞാൽ പ്രധാനികൾ. ആ പ്രധാനികൾ പറഞ്ഞു. ആരാണവർ? അല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി. അദ്ദേഹത്തിൻ്റെ ജനതയിൽ, ഷുഐബ് നബി അലൈഹി സ്വലാം ജനതയിൽ കിബിർ നടിച്ചവരായ, അഹങ്കാരം നടിച്ചവരായ ആ പ്രമുഖന്മാർ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ലനുഖ്രിജന്നക യാ ഷുഐബ്, ഓ ഷുഐബേ, നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. ലനുഖ്രിജന്നക യാ ഷുഐബ്, ഓ ഷുഐബേ, ഞങ്ങൾ നിന്നെ എന്തു ചെയ്യും? ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. അവരുടെ എല്ലാ ശക്തിയും, കുവ്വത്തുഹുമുസ്സബഇയ്യാണ്, അവരുടെ ആ പിന്നെ ഒരു വന്യമൃഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ മൃഗീയമായ
അവരുടെ ക്രൂരതകളെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ ഷുഐബിനോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യും? അടിച്ചോടിക്കും, പുറത്താക്കും. വല്ലദീന ആമനു മഅക്ക, നിന്നോടൊപ്പം വിശ്വസിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ മിൻ കറിയത്തിന, ഞങ്ങളുടെ രാജ്യത്തു നിന്നും, മിൻ കറിയത്തിന ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തു നിന്നും നിന്നിൽ വിശ്വസിച്ചവരെയും നിന്നെയും ഷുഐബെ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. വെറുതെ പറയല്ല, ഓൽക്കതിന് പറ്റുന്ന ആൾക്കാരാണ്. ഒരു മുഖത്തോക്കി പറയണം, കുറേ എന്നെ സഹിക്കണം, ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ മതം വിട്ട് വേറൊരു പുതിയ മതവുമായിട്ടാണ് നീ വന്നിരിക്കണം. അതുകൊണ്ട് എന്താണ്, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഇവിടെ വെച്ചേക്കൂല. പിന്നെ എനിക്ക് ഞങ്ങൾ നിന്നെ പുറത്താക്കണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ മുന്നിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതെന്താണ് ആ വഴി? ഔല തഊദുന്ന ഫീ മില്ലത്തിന, ഔല തഊദുന്ന, അല്ലെങ്കിൽ നീ മടങ്ങുക തന്നെ ചെയ്യണം, ഫീ മില്ലത്തിന, ഞങ്ങളുടെ മാർഗത്തിൽ. ഒന്നില്ലെങ്കിൽ പഴയ മാർഗത്തിലേക്ക്, ഞങ്ങളെ പഴയ മതത്തിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവുക. ഇത് രണ്ടുമല്ലാത്ത ഒരു വഴി നിൻ്റെ മുന്നിലില്ല എന്നാണ്. അങ്ങനെയൊക്കെ പാടപ്പോൾ നാട്ടുകാരും നാട്ടിലത്തെ പ്രമുഖന്മാരും ഭരണാധികാരികളും അവിടുത്തെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെ പാടെ വന്നിട്ട് പറയുമ്പോൾ എന്താ കാട്ടുക? അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണ്? തിരിച്ചുള്ള ചോദ്യം എത്ര കൃത്യമാണ്. ഒരു സത്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടാവും? ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു വാശി പിടിച്ചവനെ പോലും പ്രകോപനങ്ങളെ കൊണ്ട് പിന്തിരിപ്പിക്കാൻ പറ്റൂല. നമ്മളെ കുട്ടികളൊക്കെ വാശി പിടിക്കൂലേ? വാശി പിടിച്ച് നമ്മളിങ്ങനെ തീക്കൊള്ളിയും വറകും കൊള്ളിയൊക്കെ എടുത്ത് ചെന്നിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഓനാ നൃത്തം ഇങ്ങനെ നിൽക്കും, അനങ്ങൂല. മനസ്സിലായി? പിന്നെയുണ്ടോ ഒരു സത്യം ഞാൻ അംഗീകരിച്ച് നിലകൊണ്ട് ഇതെന്ന് ഇവർ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റൂല, എന്നെ സംബന്ധിച്ചു എൻ്റെ പരലോകമാണെന്ന് വിചാരിക്കണ ഒരുത്തർ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അദ്ദേഹം ചോദിക്കുന്ന മറുപടി എന്താ അറിയോ? കാല അവലൗക്കുന്ന കാരിഹീൻ, കാല അവലൗക്കുന്ന കാരിഹീൻ, അല്ല നിങ്ങളുടെ ഈ മതത്തെ ഞങ്ങൾ വെറുക്കുന്നുവെങ്കിലോ? കാരിഹീൻ, നിങ്ങളെ മതം ഞങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ്, ആ മതം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ആ മതത്തെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കാവില്ല. അത്രയും വലിയ അന്ധവിശ്വാസവും തെറ്റും വഴിപിടച്ചതുമായൊരു മതമാണ്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറത്താക്കുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഈ മതം സ്വീകരിക്കാം, അതല്ല ഇപ്പം നിങ്ങൾ പറയണത്? അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്ന് ഞങ്ങൾ സ്വീകരിക്കണമെന്നാണോ പറയുന്നത്? അനുതാബിഉക്കും അലാ ദീനിക്കും വ മില്ലത്തിക്കുമുൽ ബാത്തില, ഈ നിരർത്ഥകമായ നിങ്ങളുടെ മതത്തെ ഞങ്ങൾ പിൻപറ്റുകയോ? വലൗ കുന്ന കാരിഹിൻ, ഞങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അലിംന ബിബുത്തുലാനിക, അതെന്തുമാത്രം നിരർത്ഥകമാണെന്ന് ഞങ്ങൾക്കറിയുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു മതത്തെ ഞങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു. കാല അവലൗ കുന്ന കാരിഹിൻ, ഞങ്ങൾക്കിഷ്ടമില്ലെങ്കിലും നിങ്ങളെ പേടിച്ച് നിങ്ങളെ മതം ഞങ്ങൾ സ്വീകരിക്കണമെന്ന് വെച്ചാൽ അതാരെങ്കിലും ചെയ്യുമോ? അപ്പം അദ്ദേഹം പറയണത് എന്താ പറയുക, ഒരു നിലക്കും നിങ്ങളുടെ മതത്തിലേക്കോ അല്ലെങ്കിൽ ഈ സത്യത്തിൽ നിന്ന് പിന്തിരിയാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ശരിക്കും അവരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യണത്. നിങ്ങളെന്ത് കാര്യം കാര്യമില്ല, ഞാൻ ഈ മതം വിട്ടു വരുന്ന പ്രശ്നമില്ല, അത് നമ്മൾക്കതെന്താവില്ല, പറ്റൂല എന്നാണ്. അതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്ന്, ഞങ്ങൾക്ക് ഈ മതം ഇഷ്ടമില്ല, നിങ്ങളുടെ മതം. കാരണം എന്താണ്? അത് ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ സത്യത്തിന് വിരുദ്ധമായ അസത്യമായ ഒരു മതമാണ്. രണ്ടാമത്തെ കാര്യം, ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫീ മില്ലത്തിക്കും ബഅദ ഇദ് നജ്ജാനല്ലാഹു മിൻഹാ. ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ, ഞങ്ങളെങ്ങാനും ഈ സത്യമതം വിട്ട് നിങ്ങളുടെ മതം ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം എന്താ അറിയോ? ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിയുണ്ടാക്കിയവരായിത്തീരും, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നുണ പറഞ്ഞവരായിത്തീരും. അള്ളാഹുവിൻ്റെ പേരിൽ നുണ പറഞ്ഞവരായിത്തീരുക എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞത്.
ഒന്ന് പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇവരെ മതത്തിൻ്റെ നിയമപ്രകാരം എന്താണെന്ന് വിചാരിച്ചാൽ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ദൈവീകതയുണ്ടെന്നും അവരെ ആരാധിക്കാമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നതുമാണ് ഷുഐബ് നബിയുടെ വിരുദ്ധരായ അവിശ്വാസികളുടെ ആശയം. അപ്പം എന്തു ചെയ്യും? അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് എന്ന ഗുരുതരമായ ഒരു കളവ് പറയാതെ ഒരിക്കലും അവരുടെ മതത്തിൽ ചേരാൻ പറ്റൂല. അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് എന്ന ഒരു വലിയ കളവ് അള്ളാഹുവിൻ്റെ പേരിൽ പറയാതെ എന്തു ചെയ്യാൻ പറ്റൂല? ആ ആശയത്തെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കദിഫ്തറൈന അലല്ലാഹി കദിബൻ. നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ എന്തായിരിക്കും? തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുകയായിരിക്കും. അത് ഇൻ ഉദ്നാ ഫീ മില്ലത്തിക്കും, എന്താണ്? നിങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ മടങ്ങിയാൽ, നിങ്ങൾ മടങ്ങി വരുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേലിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവരായിരിക്കും. മാത്രമല്ല, ഇത്രയും പിഴച്ച നരകത്തിലേക്ക് എത്തിക്കുന്നൊരാശയത്തിൽ നിന്നും ഇത് നജ്ജാൻ അല്ലാഹു മിൻഹ, അതിൽ നിന്നും അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം, ഈ വഴികേടുന്ന അള്ള ഞങ്ങളെ കരക്ക് കയറ്റി സത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനി നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും, തച്ചു കൊല്ലുന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ മതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങൾ ഗുരുതരമായ ഒരു സത്യത്തെ അള്ളാഹു തന്നിട്ട് അതിനുള്ള നന്ദി കേട്. രണ്ടാമത്തത് എന്താണ്? അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിപ്പറയാതെ ഞങ്ങൾക്ക് നിങ്ങളുടെ മതം സ്വീകരിക്കുക സാധ്യമല്ല. കാരണം എന്താണ്? അഅ്ലമു ഇഫ്തിറാഉ മിമ്മൻ ജഅല ലില്ലാഹി ശരീക്കൻ. ഏറ്റവും വലിയ കളവ് കെട്ടിപ്പറയൽ അള്ളാഹുവിന് പങ്കുകാരെ വെക്കലാണ്. വഹുവൽ വാഹിദുൽ അഹദ്, അവൻ ഏകനാണ്. അൽ ഫർദു അസ്സമദ്, അവൻ ഏകനാണ്, നിരാശ്രയനാണ്. അല്ലദീ ലം യത്തഖിദ് വലദൻ വലാ സ്വാഹിബ, ഇണയെയോ മക്കളെയോ സ്വീകരിച്ചിട്ടില്ലാത്തവനാണ്. വല ശരീകം ഫിൽ മുൽക്ക്, അവൻ്റെ മുൽക്കിൽ യാതൊരാൾക്കും ഒരു പങ്കുകാരുമില്ല. അങ്ങനത്തെ പടച്ചോന് പങ്കുകാരുണ്ടെന്നും അവൻ ഏകനല്ല എന്നൊക്കെ സമ്മതിച്ചാൽ അതൊക്കെ അള്ളാഹുവിൻ്റെ മേലിൽ ഏറ്റവും വലിയ കളവ് പറയലാകും. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളൂ, വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ, വമാ യകൂനു ലനാ, ഞങ്ങൾക്ക് പറ്റുകയില്ല, അൻ നഊദ ഫീഹാ, അതിൽ മടങ്ങുക എന്നത് ഞങ്ങൾക്കൊരിക്കലും പാടില്ലാത്തതാകുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് വരുന്ന പ്രശ്നമില്ല. ഇല്ല അൻ യശാ അല്ലാഹു റബ്ബുന, ഞങ്ങളുടെ റബ്ബായ അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. ഫലാ യുംകിനുന വലാ ഗൈറുന അൽ ഖുറൂജ അൻ മശീഅത്തിഹി താബിഅ ലിഇൽമിഹി വഹിക്മത്തിഹി. അള്ളാഹുവിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട്, ആ ഉദ്ദേശങ്ങളെ മറികടന്ന് ഒരാൾക്കും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പടച്ചോ ഞങ്ങളേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഞങ്ങളുടെ സമ്മതത്തോടുകൂടെ ഞങ്ങൾ ആ മതത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രശ്നമല്ല എന്നാണ്. മനസ്സിലായി? നമ്മൾ സാധാരണഗതിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും പറയാറുള്ള കാര്യം, 100% പരലോകത്ത് രക്ഷ കിട്ടണം എന്ന് പൂർണ്ണമായ താല്പര്യം കൊണ്ട് മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, ദുനിയാവ് ഏതായാലും പോകും, കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകും, പ്രശ്നങ്ങളാവും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് നേരെ കൊണ്ടുനടന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ടും പരലോകത്തും കാര്യം ഉണ്ടാവില്ല. അത്ര ക്ലിയറാണ്. ഇത് ബോധ്യപ്പെടാതെ അംഗീകരിക്കാതെ ഒരു മനുഷ്യനും, അതുകൊണ്ട് നിർബന്ധമായിട്ട് മതം മാറ്റുക, ഇതൊന്നും ഈ പ്രയോഗങ്ങൾക്കൊന്നും ഇസ്ലാമിൻ്റെ ഖുർആനിക ആശയങ്ങളിൽ ഒരു സ്ഥാനം തന്നെയല്ല. നമ്മൾ മതം എന്ന് പറയുന്ന ഇസ്ലാം കൊണ്ട് ഒരാൾക്ക് ഗുണം കിട്ടണമെങ്കിൽ അയാൾ എന്തു ചെയ്യണം? സ്വമേധയാ ഇഷ്ടപ്പെട്ടും ബോധ്യപ്പെട്ടും എന്തു ചെയ്യണം? ചെയ്യണ്ടേ? അല്ലെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവും? ഒരു കാര്യം അയാൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പ്രയോഗം തന്നെ എന്താണ്? ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കുള്ളിൽ എന്താണ്? അസ്ഥാനത്തുള്ള കാര്യമാണ്. ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ബോധ്യപ്പെട്ട ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ തച്ചു കൊല്ലുമെന്ന് പറഞ്ഞിട്ടും പുറത്തേക്ക് പോരുക എന്നുള്ള പ്രശ്നം എന്തുണ്ടല്ല? ഒരിക്കലും ഉണ്ടാവുന്നുമില്ല. അത്ര ക്ലിയറാണ് ആ യാഥാർത്ഥ്യം. പിന്നെന്താണ്? വസിഅ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമാ, ഞങ്ങളുടെ റബ്ബ് അറിവ് കൊണ്ട്
എല്ലാ വസ്തുവിലും വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം അവൻ്റെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടുന്ന. അള്ളാഹു അറിയാത്ത ഒന്നുമില്ല. ഞങ്ങൾ എന്താ ചെയ്യണത്, ഞങ്ങൾ നിങ്ങളോട് എന്താ പറയണത്, നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങളെ ശക്തി എത്രയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും, ഇതൊക്കെ ആർക്കറിയും? അള്ളാഹ്ക്കറിയും. അള്ളാഹ് അറിയാതെയും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലില്ലാതെയും ഈ ലോകത്തൊന്നും ചെയ്യാനും ഒരിക്കലും പറ്റൂല. നമ്മളെന്താ എപ്പോഴും നമ്മളെ ആക്രമിക്കുന്ന, നമ്മളെ പ്രതിരോധിക്കുന്ന, നമ്മൾ ഭയപ്പെടുന്ന ഏതൊരു ശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ അള്ളാഹു എന്ന പരമമായ ഒരു ശക്തിയെ മറക്കുന്നത് കൊണ്ടാണ് നമുക്ക് പേടി തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോഴേ നമുക്ക് പേടി തോന്നുള്ളൂ. ഒരു നിസ്സാര ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ ഉറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന പുരുഷന്മാരില്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് രാത്രി എന്തുണ്ടാവും? ഒരു പേടി ഉണ്ടാവില്ലേ? ആ പേടി അവർക്കുണ്ടാവാൻ കാരണം എന്താണ്? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഇടപെടുന്ന ആളിവിടെ ഇല്ല എന്നുള്ളത്. ഉണ്ടെങ്കിലോ അവർക്ക് പേടിയില്ല. പിന്നെ ആർക്കേ പേടി ഉണ്ടാവുള്ളൂ? അയാൾക്ക് പേടി ഉണ്ടാവുള്ളൂ. എന്താ? ഇവരെ പേടി പോയി. കാരണം എന്താ? അവിടെ ആളുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിക്കോളൂ. മനസ്സിലായി? നമ്മളെ മേലൊരാൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പേടിയില്ലല്ലോ. ഉണ്ടോ? നമ്മളെ മേലെയാണ് ആര്? എല്ലാ ശക്തികൾക്കും, അധികാരികൾക്കും, എല്ലാ തീവ്രവാദികൾക്കും, എല്ലാ പരാക്രമികൾക്കും, എല്ലാ ലോകശക്തികൾക്കും മുകളിലൊരു ശക്തിയുണ്ട്. ആ പടച്ചോന് വല്ല പണിയുണ്ട്. പടച്ചോൻ്റെ അടുത്തുള്ള എന്തൊക്കെയാണ്? വെറും വെള്ളം കൊണ്ടാണ് ഫിറോനെ നശിപ്പിച്ചത്. വെള്ളം കൊണ്ട്. ഒരു സുനാമിൻ്റെ ഒരു തിരയെ ആവശ്യമുള്ളൂ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ. പടച്ചോനെ ഒരു മലമെന്ന് ഒരു കല്ലടർന്നാൽ മതി ഒരു രാജ്യം നശിക്കാൻ. പോരെ? ഒരു ഉരുൾപൊട്ടൽ, ഒരു കല്ലടർന്നാൽ പോരെ? നമുക്കതിന് അങ്ങനത്തെ ഒരു വിശ്വാസം. ഈ കാറ്റിനെയും അതേപോലെ തന്നെ മഴയെയും പ്രകൃതിയെയും നിയന്ത്രിക്കുന്ന ഒരു പരമമായ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? ഇവിടെ അതാ പറയണത്. ഇവിടെ എന്താ പറയണത്? ഇവിടെ അടുത്ത വാക്ക് നോക്കിക്കളി. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തൊക്കെ ഇവിടെ കാട്ടണു നോക്കാൻ ഒരാൾ അപ്പുറത്തുണ്ട്. അവൻ്റെ അറിവെത്താത്ത ഒന്നും ഇവിടെയില്ല. അവൻ്റെ അറിവെത്താത്ത ഒരു തരി ഭൂമിയുമില്ല, ഒരു ജനവിഭാഗവുമില്ല, ഒരു വ്യക്തിയുമില്ല. എല്ലായിടത്തും അവൻ്റെ അറിവെത്തും. അങ്ങനത്തെ ഒരാളുണ്ട് ഇവിടെ. വസിഅ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമ അലല്ലാഹി തവക്കൽനാ. അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ പരമേൽപ്പിക്കും. ആൾക്കാർക്ക് ഇപ്പോൾ പേടി മരിക്കണ പേടി. എന്താ മരിക്കാൻ എന്താ സുഹൃത്തുക്കളെ പേടി? മരിക്കാൻ വല്ല പണിയുണ്ടോ? മരിക്കാൻ എന്താ പണിയുള്ളത്? ബാത്റൂമിൽ കയറുമ്പോൾ ചെരുപ്പൊന്ന് സ്ലിപ്പായാൽ പോരെ, ആൾ മരിച്ചില്ലേ? നമുക്കിപ്പോൾ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? നമ്മൾ മരിക്കാതിരിക്കണപ്പോൾ നമ്മളെ കഴിവുകൊണ്ടും സൂക്ഷ്മത കൊണ്ടും കണ്ണുകൊണ്ടും അതുകൊണ്ടൊന്നും ഒരു കുതിരത്തിനിങ്ങനെ പോവുക. എങ്ങനെ മരിച്ചപ്പോൾ എന്താ? നമ്മൾക്കാകെ നോക്കേണ്ടത് എന്തെല്ലാം പ്രതികൂലതകൾ നമുക്കുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന്. നമ്മളാകെ നോക്കേണ്ടത് കണ്ണടച്ചാൽ സ്വർഗത്ത് പോവോ നരകത്തിൽ പോവോ മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ആലോചിക്കണ്ടേ. അലല്ലാഹി തവക്കൽന. അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. ربنا افتح بيننا. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കിടയിൽ നീ എന്ത് ചെയ്യണം? തീരുമാനം വരുത്തി നൽകണേ. ഇഫ്തഹ് ബൈനന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ തീരുമാനമുണ്ടാക്കണം എന്നാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു തുറവി നൽകണം. ഫതഹ എന്ന് പറഞ്ഞാൽ എന്താ? തുറക്ക്. രണ്ടർത്ഥമുണ്ട് അവിടെ. ഞങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? ഒരു തീരുമാനമുണ്ടാക്കി തരണം കേട്ടോ. അതായത് എന്താ അർത്ഥം? പടച്ചോനെ ഇതൊക്കെ ഏറ്റെടുത്തിട്ടൊരു പരിഹാരം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം. ഉൻസുറിൽ മദ്ലൂം വസാഹിബൽ ഹക്ക്. ആക്രമിക്കപ്പെട്ടവനെയും സത്യത്തിൻ്റെ വക്താക്കളെയും നാദാ നീ സ്വീകരിക്കണം. അലല്ലാലിമിൽ മുആനിദിൽ ഹക്ക്. സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ സത്യത്തെ അംഗീകരിക്കുന്ന, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ നീ എന്ത് ചെയ്യണം? സഹായിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹക്ക്. നീതിപൂർവകമായ ഒരു തീരുമാനം നീ ഉണ്ടാക്ക് പടച്ചോനെ ഓർമ്മന്നല്ല ഇവിടുത്തെ ആൾക്കാർക്ക്. പടച്ചോനെ ഓർമ്മ. ശത്രുവിൻ്റെ ആസൂത്രണങ്ങളും ശത്രുവിൻ്റെ ബുദ്ധിയും ശത്രുവിൻ്റെ മികവും ശത്രുവിൻ്റെ നേതൃപാഠവും
ഒക്കെയാണ് ഇവിടെ ചർച്ച. എന്താ പേരൊക്കെ പ്രസംഗം ആകുമ്പോഴേക്ക് നമുക്ക് എത്താ കാട്ടാൻ പറ്റുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തേ ചിന്തിക്കേണ്ടുള്ളൂ? റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. നീ തുറവി നൽകുന്നവരിൽ ഇവിടെ ചെറിയൊരു മൂഖത, ഒരു ഭയാശങ്ക, അതിൻ്റെ ഒരു മൂടുപടം ഇവിടെയുണ്ട്. അതൊക്കെ നീ തുറന്ന് വിജയത്തിൻ്റെ വഴിയിൽ, സമാധാനത്തിൻ്റെ വഴി നീ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുന്ന അതാന്നാണ്. അതതിൻ്റെ അർത്ഥം. എല്ലാ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും ഭീകരതയുടെയും ഭീഷണിയുടെയും എല്ലാ വാതിലുകളെയും തുറന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നിനക്ക് പറ്റുമല്ലോ. ഖൈറുൽ ഫാത്തിഹീൻ, നീ തുറവി നൽകുന്നവരിൽ ഏറ്റവും നല്ല, നിനക്കേ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലല്ലേ? എങ്ങനെയാണ് അള്ളാഹു തൻ്റെ അടിമകൾക്ക് തുറവി നൽകുക? എങ്ങനെയാണ് അള്ളാഹു തൻ്റെ അടിമകളെ സഹായിക്കുക? എന്താണത്? എങ്ങനെയാണ്? ഒന്ന്, ഫത്ഹുൽ ഇൽമി ബിതബയീനിൽ ഹഖ് മിനൽ ബാത്തിൽ വൽ ഹുദാ മിനൽ ളലാൽ. ഒന്നാമത് അള്ളാഹു നൽകി എങ്ങനെ അറിയോ? സത്യവും അസത്യവും വേർതിരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അതാണ് ഒരു മാർഗം. മനസ്സിലായി? എന്നിട്ട് ശരിയായ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകും. രണ്ടാമത്തത് എന്താണ്? ഫത്ഹു ബിൽ ജസാ, പ്രതിഫലം നൽകിക്കൊണ്ട്. വൽ ഈഖാഇൽ ഉഖൂബ അലൽ ളാലിമീൻ, മർദ്ദിക്കപ്പെട്ട വിശ്വാസികൾക്ക് പ്രതിഫലവും മർദ്ദനം നടത്തുന്ന അക്രമികൾക്ക് ശിക്ഷയും നൽകിയിട്ട് അള്ളാഹു എന്തു ചെയ്യും? അള്ളാഹു ഫത്ഹ് ഉണ്ടാക്കും. അള്ളാഹു എന്തു ചെയ്യും? വിജയമുണ്ടാക്കും. അള്ളാഹു തുറവി ഉണ്ടാക്കും. അപ്പം അങ്ങനെ രണ്ട് നിലക്ക്. ഒന്ന്, സത്യവും അസത്യവും വേർതിരിച്ചു കൊടുക്കുക. രണ്ടാമത്തത് എന്തു ചെയ്യുക? ശത്രുവിനെ നശിപ്പിച്ചും വിശ്വാസികളെ സഹായിച്ചും അള്ളാഹു എന്തു ചെയ്യും? വിജയമുണ്ടാക്കും. റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ വഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമി ലഇൻ ഇത്തബഅതും ശുഐബൻ ഇന്നകും ഇദൻ ലഖാസിറൂൻ. വഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി. അപ്പം എന്താ അറിയോ? ശുഐബ് നബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നേതാക്കന്മാർക്ക് മനസ്സിലായി. കാരണം ഭീഷണി കൊണ്ട് സത്യം ഉപേക്ഷിക്കുന്നവനല്ല ആര്? ശുഐബ്. അപ്പം എന്താണ്? അപ്പം ജനങ്ങളെ കൺവിൻസ് ചെയ്യുക. ശുഐബ് നബിൻ്റെ ഒപ്പമുള്ളവരുണ്ടാവില്ലേ, ഓലെ പറഞ്ഞ് തിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നോക്കണത്. അതാ പിന്നെയുള്ള പരിപാടി. കാലൽ മല ഉല്ലദീന കഫറു, അവിശ്വാസികളായ നേതാക്കന്മാർ, പ്രധാനികൾ പറഞ്ഞു. അപ്പോൾ കാലൽ മല ഉൽ കഫറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ നിന്നുമുള്ള അവിശ്വസിച്ചതായ പ്രധാനികൾ പറഞ്ഞു, നേതാക്കന്മാർ പറഞ്ഞു, ലഇനിത്തബഅതും ശുഐബ, നിങ്ങൾ ശുഐബിനെ പിൻപറ്റുന്നുവെങ്കിൽ ഇന്നക്കും ഇദൻ ലഖാസിറൂൻ, തീർച്ചയായും നിങ്ങൾ നഷ്ടപ്പെട്ടവർ തന്നെയായിരിക്കുന്നു. നിങ്ങളെങ്ങാനും ശുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടങ്ങൾ പോവുകയാണെങ്കിൽ ഇങ്ങക്ക് എന്ത് ചെയ്യും? നഷ്ടം സംഭവിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ജനതയോട് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു. ഇതെന്താ സംഗതി എന്ന് പറയോ? മുഹദ്ദിരീനാൻ ഇത്തിബാ ശുഐബ്, ശുഐബ് നബിനെ പിൻപറ്റുന്നവരെ ഇവർ ഭീഷണിപ്പെടുത്താണ്. എന്താ ഭീഷണി? ഹാദാ മസ്ബലത്ത് ലഹും അൻഫുസുഹും അന്നൽ ഖസാറത വശഖാ ഫി ഇത്തിബാഇർ റുശ്ദി വൽ ഹുദാ. എല്ലാവർക്കും തോന്നാണ്, സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലിങ്ങനെ തോന്നും ഞങ്ങളത് ശരിയാണെന്നും ഈ സത്യത്തിൻ്റെ ആളുകൾ മുഴുവനും പിഴച്ചവരാണോ എന്ന് ഓൽക്കിങ്ങനെ തോന്നും. അപ്പോൾ ഓൽക്ക് നമ്മളെ കാണുമ്പോൾ ഇടങ്ങേറയിക്കാരൻ, എന്താ സാധുക്കൾ പോലെ പരലോകം പോയല്ലോ, പേച്ച് പോയല്ലോ എന്ന് ഓർക്കിങ്ങനെ തോന്നും. അതാ ഓർക്ക് തോന്നുന്നു. അന്നൽ ഖസാറത വശഖാ ഫി ഇത്തിബാഇർ റുശ്ദി വൽ ഹുദാ. കണ്ടോ, സന്മാർഗത്തെ പിൻപറ്റുന്നതിലാണ് എല്ലാ ദൗർഭാഗ്യവും നഷ്ടവുമുള്ളത് എന്നവർ വിചാരിക്കും. മനസ്സിലായി? വലം യദ്റു അനിൽ ഖസാറ കുല്ലൽ ഖസാറ ഫി ലുസൂമി മാ ഹും അലൈഹി മിനൽ ദലാൽ വൽ ഇദ്ലാൽ. ഈ വഴികേടിനെ പിൻപറ്റലും വഴിപിഴപ്പിക്കലുമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവർക്ക് എന്ത് ചെയ്യും? മനസ്സിലാകാതെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? ഈ അസത്യത്തെ പിൻപറ്റാൻ പറയുന്നതും സത്യത്തെ പിൻപറ്റിയവരോട് നിങ്ങളെന്താണ് നഷ്ടക്കാരും പിഴച്ചവരുമാണ് എന്ന് അവരോട് പറയാനുള്ള കാരണം അതാണ് എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ ഒരു നിലക്കും മാനസികമായോ അല്ലാതെയോ പിന്തിരിപ്പിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു കാരണവശാലും സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ നിലപാട് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം.
എന്ത് വന്നാലും, എന്ത് പ്രലോഭനങ്ങളും എന്ത് പ്രകോപനങ്ങളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടായാലും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സത്യത്തിൽ നിന്നും ഒരു അളവ് വ്യതിചലിക്കാതെ നിലകൊള്ളുവാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഓതിവെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين قد افترينا على الله كذبا إن عدنا في ملتكم بعد إذ نجانا الله منها وما يكون لنا أن نعود فيها إلا أن يشاء الله ربنا وسع ربنا كل شيء علما على الله توكلنا ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. وقال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم إذا لخاسرون.